നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. അവഗണന തുടർന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് തുടരുകയാണ് കേന്ദ്ര സർക്കാർ. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. നിരവധി തവണ കേന്ദ്ര അവഗണനയ്ക്ക് എതിരെ സംയുക്ത നീക്കത്തിന് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി ക്ഷണിച്ചിരുന്നുവെങ്കിലും UDFിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിനോട് നിസ്സഹകരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിരന്തരമായ അവഗണനയ്ക്ക് എതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. കേരളത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ സർക്കാരുമായി സഹകരിക്കാത്ത പ്രതിപക്ഷത്തിൻ്റെ ഇതുവരെയുള്ള നിലപാട് ഇക്കുറിയും തുടരുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം സർക്കാരിനൊപ്പം കേരളത്തിന് വേണ്ടി കൈകോർക്കുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് MLA കൂടിയായ ശ്രീ PP ചിത്തരഞ്ജൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ എന്നിവർ. ശ്രീ N ശ്രീകുമാർ, എന്താണ് പ്രതിപക്ഷം ഇപ്പോഴും ഒരു നിലപാട് പറഞ്ഞതായി കാണുന്നില്ല? ഇക്കാര്യത്തിലൊരു നിലപാടിൻ്റെ ആവശ്യം ഉണ്ടെന്നും തോന്നുന്നില്ല. നിലപാട് പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിലപാട് വേണ്ടാന്നല്ല ഉദ്ദേശിച്ചത്. നിലപാട് പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. അതിനെ പോസിറ്റീവായി കാണുന്നു. ചർച്ച തിങ്കളാഴ്ച രാവിലെയാണ്, 10 മണിക്കാണ്. അതിന് കഴിഞ്ഞതിന് ശേഷം ആകാം സംസാരം എന്നാണോ? ഇത് പെട്ടെന്ന് തന്നെ പ്രതിപക്ഷം ഇത്തരം ഒരു അവസരം, കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തെ ജനങ്ങളുടെ മുമ്പേ നിലപാട് അറിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി കണ്ട് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നും അങ്ങനെ ഒരു പ്രതികരണം വന്നില്ല എന്നും പറയുന്നവരോടുള്ള മറുപടി എന്താകും? ഡോക്ടർ ലാലെ, മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ ശ്രമിച്ചത് വളരെ നല്ല കാര്യമാണ്. പ്രതിപക്ഷ നേതാവും ഉപനേതാവും തിങ്കളാഴ്ചത്തെ ആ യോഗത്തിൽ പങ്കെടുക്കും. അത് ഞാൻ അറിഞ്ഞത് ഓൺലൈൻ മീറ്റിംഗ് എന്നാണ് അറിഞ്ഞത്, ഒരു കൂടിക്കാഴ്ചയല്ല. അപ്പോൾ ആ ഓൺലൈൻ മീറ്റിങ്ങിൽ അവർ പങ്കെടുക്കും. പ്രതിപക്ഷത്തിൻ്റെ UDFിൻ്റെ അഭിപ്രായം പറയും. അത് നല്ല കാര്യമാണ്. പിന്നെ പ്രതിപക്ഷം കേന്ദ്ര വിരുദ്ധ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പറയേണ്ട കാര്യമില്ല. അവരൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവർ ചോദിച്ചത് മുഖ്യമന്ത്രി എന്തുകൊണ്ടൊരു യോഗം വിളിക്കുന്നില്ല എന്ന് ആദ്യം ചോദിച്ചത് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഒരാഴ്ചയായിട്ടുള്ളൂ. ആ യോഗത്തിന് ശേഷം ഒരു നവകേരള സദസ്സിന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആ നല്ല കാര്യമാണ്. നവകേരള സദസ് യോഗമാണോ അതോ ഇനി വേറെ പൊതുയോഗമാണോ എനിക്കറിയാൻ വയ്യ. നല്ല കാര്യമാണ്, പ്രതിപക്ഷം സഹകരിക്കാൻ തീരുമാനിച്ചെന്നും പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് ഇത്രയും ദിവസം കാത്തിരുന്നു. ഇന്നാണ് മുഖ്യമന്ത്രിക്ക് തോന്നിയത് അതിപ്പോൾ ഇനി ഇന്നത്തെ പ്രത്യേക സാഹചര്യം വല്ലതും ഉണ്ടായോ, പെട്ടെന്ന് പ്രതിപക്ഷത്തെ ഒന്ന് കണ്ടുകളയാം എന്ന് അദ്ദേഹം വിചാരിച്ചതിന് പിന്നിലെന്ന് എനിക്കറിയില്ല. എന്തായാലും കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കാൻ പാടില്ല എന്ന നിലപാടിൽ കോൺഗ്രസിനും UDFിനും യാതൊരു മാറ്റവുമില്ല. അതിന് CPMന്റെ മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത അഭിപ്രായം പറയും. പക്ഷെ പ്രതിപക്ഷം ചില കാര്യങ്ങളോട് പറയും, അതിനും കൂടെ മുഖ്യമന്ത്രി ഉത്തരം പറയണം. ആ ഉത്തരം ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? പ്രതിപക്ഷ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാതൊക്കെ വേറെ വിഷയം. പക്ഷെ മുഖ്യമന്ത്രി ആദ്യം എന്താ ജനങ്ങളോടൊരു കാര്യം പറയണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഇപ്പൊ എങ്ങനെയാണ്, ഇത്ര രൂപയുണ്ട്, ഇത്ര കടം, ഇത്ര വരവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. ഒരു സാധാരണ ലളിതമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകണം ഇവിടുത്തെ സ്ഥിതി എന്താ. കാരണം 3-4 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല. KSRTCയിലാണെങ്കിൽ ശമ്പളം 2 ഗഡുക്കളാക്കി മാറ്റുന്നു. കലാമണ്ഡലം പോലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ട് കുറെ കാലമായി. ജവഹർ ബാലഭവനുകളിൽ ശമ്പളം 3 മാസമായിട്ടില്ല. ഒരുപാട് എല്ലാ വിധത്തിലുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറി. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആണ് നമ്മൾ മുഖ്യമന്ത്രി ഈ യോഗം വിളിക്കുന്നത്. കുറച്ച് നേരത്തെ ആകാമായിരുന്നു, പക്ഷെ എന്തോ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം വിളിച്ചു. ആ ക്ഷണം പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. അവർ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ എന്താ പറയാ? പ്രതിപക്ഷത്തെ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് വിശ്വാസം ഉണ്ടാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്
പ്രതിപക്ഷത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി കാരണമാകാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കേരള സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷത്തെ MP-മാർ എങ്ങനെയാണ് നിവേദനങ്ങളോട് സഹകരിച്ചതെന്ന് നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഒരു തീരുമാനം എടുക്കുകയും അവിടെ അതിൽ ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ പലപ്പോഴും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികളുമായി അത്ര വിരോധമില്ലാത്തതുപോലെ പ്രതികരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മളിവിടെ കണ്ടു. ഇപ്പോൾ കെ സുധാകരൻ്റെയൊക്കെ പ്രതികരണങ്ങൾ പലപ്പോഴും വന്നതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തോട് ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് നിലപാടാണ് കാണിക്കുന്നത് എന്നുള്ളതിൽ സംശയമുണ്ടാകാം. മറ്റൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടാം. ഇപ്പോൾ VD സതീശൻ CPM-മായി ചേർന്ന് കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോകാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്, മുസ്ലിം ലീഗ് തിരിച്ചു പറഞ്ഞപ്പോൾ കൂടി. അപ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നൊക്കെ ഒരു വിശ്വാസപൂർവ്വം അവിടെ സമീപിക്കാമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുക? അല്ല, CPM-മായി സഹകരിച്ചിട്ട് ഒരു സമരത്തിനും കോൺഗ്രസ് ഉണ്ടാവില്ല. കാരണം ഇതുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു CPM-ന്റെ ഒരു പാർട്ടി, ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് ഒപ്പം തോളോട് ചേർന്ന് നിന്നിട്ട് കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമോ? കോൺഗ്രസിന്റെ കുട്ടികളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് മുടിയിൽ ചവിട്ടി വരിക എന്തൊക്കെ ക്രൂരതകളാണ് കാണിക്കുന്നത്? അതൊന്നും മറന്നിട്ടില്ല. അതൊക്കെ വേറെ വിഷയം. കേന്ദ്രത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയാനായിട്ട് മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാക്കൾ, അതാണ് എന്റെ കാര്യം. അല്ലാണ്ട് കോൺഗ്രസ് CPM കൂടെ ചെന്ന് സമരം അവരെ CPM-നെ അങ്ങോട്ട് രക്ഷിച്ചു കളയാമെന്നൊക്കെ ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ ആ മനസ്സിലുള്ള ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി മുഖവിലിക്കെടുക്കാതിരുന്ന മുഖ്യമന്ത്രിയാണ്. പരിഹാസമായിരുന്നു മുഖ്യമന്ത്രിക്ക്. നവകേരള സദസ്സിന്റെ എല്ലാ യാത്രകളിലും പറഞ്ഞ എന്താണ്? പ്രതിപക്ഷത്തിന് നാടിനോട് സ്നേഹമില്ല. അദ്ദേഹത്തിന്റെ ഭാഷയാണ് എപ്പോഴും നാടെന്നേ പറയുള്ളൂ. നാടിനോട് സ്നേഹമില്ല, നാടിനോട് സ്നേഹമില്ല. അപ്പൊ നാടിനോട് സ്നേഹമില്ലാത്ത പ്രതിപക്ഷ നേതാവിനെ എന്തായാലും ഇപ്പൊ വിളിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവ് ഉണ്ടല്ലോ, പ്രതിപക്ഷത്തിന്റെ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അങ്ങനെയല്ല. ഈ CPM-മായി ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട ഘട്ടങ്ങൾ ഇപ്പോൾ ഗവർണറുടെ പ്രശ്നത്തിലൊക്കെ വേണമെന്ന് പറഞ്ഞ ആളുകളാണ് ലീഗുകാരൊക്കെ. അപ്പോൾ അത് താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു സഹകരണവും CPM ആണെങ്കിൽ ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷത്തിന് മൊത്തത്തിലൊരു നിലപാടുണ്ടെന്ന് കാണാൻ പറ്റുമോ? UDF-ന്റെ നിലപാടാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഗവർണർ വിഷയത്തിൽ എല്ലാത്തിലും വ്യത്യസ്ത കക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ഞാൻ പറയുന്നത് കേന്ദ്ര വിരുദ്ധ സമരമല്ല. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അർഹമായ ഇത് കിട്ടുന്നില്ലേ? കേരളം കൃത്യമായിട്ട് കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണോ? ആരാണ് നുണ പറയുന്നത്? ഇതൊക്കെ മറ്റന്നാളത്തെ സംസ്ഥാനത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്തിന് ഗവൺമെന്റിൽ നിന്ന് ഒരു ധാരണ കിട്ടും. ആ ധാരണ പ്രതിപക്ഷം ജനങ്ങളെ അറിയിക്കും. അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇത് ചർച്ച രഹസ്യമായിട്ട് വെക്കില്ല. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉപനേതാവും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയണം. ആ ഉത്തരം പറയുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കും. ശരി, അത് മുഖ്യമന്ത്രി സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവിന് അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വവും അവകാശവുമുണ്ട്. അതിന് മുഖ്യമന്ത്രി ഉത്തരം കൊടുക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിലും അധികാരമുള്ള ഒരു പാർട്ടിയാണ്. ഈ രാജ്യത്തെ മനസ്സിലാക്കുന്ന ഒരു പാർട്ടി എന്ന് നമുക്ക് പറയാം. BJP-യെ എതിർക്കുന്ന പാർട്ടി എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. ആ BJP കേന്ദ്രം ഭരിക്കുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തോട് അല്ലെങ്കിൽ പ്രതിപക്ഷം BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് എന്ത് നിലപാടെടുക്കുന്നു എന്നൊക്കെ ഊഹിക്കാനും പ്രതികരിക്കാനും ഒക്കെ VD സതീശനും ഒക്കെ സാധിക്കില്ലേ? കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകേണ്ടതല്ലേ? അവരിനി മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിന് ഉത്തരം കിട്ടിയിട്ട് വേണോ എങ്ങനെ പ്രതികരിക്കണം കേന്ദ്രത്തോട് എന്ന് തീരുമാനിക്കാൻ? ഡോക്ടർ ലാലെ, ഞാൻ പറഞ്ഞ കാര്യമല്ല താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു, പണം തരുന്നില്ല, പിടിച്ചു വെക്കുന്നു എന്നൊക്കെയാണല്ലോ മുഖ്യമന്ത്രിയുടെ മറ്റേ ഭരിക്കുന്നവരുടെ പരാതി. ആ പരാതിക്ക് പ്രതിപക്ഷം ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ധവളപത്രം ഇറക്കൂ, യഥാർത്ഥ വിവരം പറയൂ. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, വേണ്ട, പറയണ്ട. പക്ഷെ ഈ ചർച്ച വിളിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ കേന്ദ്രം പണം കൊടുക്കുന്നില്ല, കേരളത്തിനെ ദ്രോഹിക്കുന്നു. അതുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞത് GST-യുടെ കുടിശ്ശിക കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ കേന്ദ്രമന്ത്രി പറഞ്ഞു കണക്ക് തരൂ. പ്രേമചന്ദ്രൻ കേരളത്തോട് പറഞ്ഞു കണക്ക് കൊടുക്കൂ. അപ്പൊ പറഞ്ഞു പ്രേമചന്ദ്രൻ കേരളത്തെ ദ്രോഹിക്കാനായിട്ട് കൂട്ടുനിന്നു. എന്തായാലും കണക്ക് കൊടുത്തു. നിർമ്മലാ സീതാരാമൻ പണം അനുവദിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ കേന്ദ്ര ഫണ്ട് ധനമന്ത്രി അനുവദിക്കുകയും ചെയ്തു. അതാണ് വിഷയം. അല്ലാണ്ട് മറ്റു ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. ഇവിടുത്തെ വിഷയം എന്താണ്? കേരളം ദരിദ്രമാണ്, കേരളത്തിൽ പണമില്ല,
ഭരണ സംവിധാനം കൊണ്ട് കേരളത്തിന്റെ ഭരണ സംവിധാനത്തിൽ വന്ന പാളിച്ചകളാണോ അതോ കേന്ദ്രം കൊടുക്കാത്തതുകൊണ്ടാണോ? ഇതൊക്കെ മനസ്സിലാക്കാനാണ് മറ്റന്നാളത്തെ ചർച്ച. അല്ല, അങ്ങനെയല്ല. കേന്ദ്രത്തിന്റെ അവഗണന ഞാൻ മനസ്സിലാക്കുന്നത്, കേന്ദ്രത്തിന്റെ അവഗണന എന്ന് പറയുന്നത് കേന്ദ്രം കേരളത്തെ ഈ രാജ്യത്തെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി കാണുന്നുണ്ടോ? അവിടെ പല കണക്കുകളും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ പലയിടത്തായി പറയുന്നത് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ കേന്ദ്രം തരുന്നത് കൊണ്ട് ഇവിടെ ഇപ്പോൾ പല കാര്യങ്ങളും പൂർണ്ണമായി നടത്തിയെടുക്കാൻ സാധിക്കില്ല. ഇവിടെ പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ക്ഷേമ പരിപാടികളുടെ ഒരംശമാണ് കേന്ദ്രം കൊടുക്കുന്നത്. അത് നമുക്ക് അവകാശപ്പെട്ട പണമാണ്, അത് നമുക്ക് തരുന്നില്ല. അഥവാ തരണമെങ്കിൽ അവിടെ ചില മുദ്രയടിക്കണം, അല്ലെങ്കിൽ ചില കളറുകൾ അവിടെ കൊണ്ടുവരണം. ഇതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ള ചില നിലപാട് മാറ്റം ഉണ്ടാകണം എന്ന കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായ പ്രതികരണം ഇതുവരെ കോൺഗ്രസിൽ നിന്നോ പ്രതിപക്ഷ നേതാക്കളിൽ നിന്നോ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ ലാൽ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. അതായത് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ കാര്യം എന്താണ്? കേന്ദ്രം പണം അനുവദിക്കണം, ദ്രോഹിക്കരുത്. അതാണ് TM പ്രതാപൻ ഒരിക്കൽ നോട്ടീസ് കൊടുത്തത്. കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കാൻ പാടില്ല. പക്ഷേ കേരള ഗവൺമെന്റ് അവരുടെ ചുമതല നിർവഹിക്കുന്നുണ്ടോ? ഇവിടെ വെറുതെ ഫാക്സും ഇമെയിലും അയച്ചിരിക്കുകയാണോ? നിവേദനങ്ങൾ അയച്ചിരിക്കുകയാണോ? അവിടെ പോയിട്ട് കണ്ടോ പ്രധാനമന്ത്രിയെ? കേന്ദ്ര ധനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് കാണാൻ പോയില്ല? കേന്ദ്ര ധനമന്ത്രി പറഞ്ഞ എന്റെ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഉത്തരം കൊടുത്തില്ല? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടാൻ പോകുന്ന ഒരു ദിനമാണ് തിങ്കളാഴ്ച. അതൊരു സുദിനമാണ് പ്രതിപക്ഷത്തിന്, ഒരു സുദിനം. ആ ദിനത്തിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന മറുപടി ഉണ്ട്. ആ മറുപടി പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകാവുന്ന എന്താ പറയാ പ്രതിധ്വനി ഏതൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാനേ നിവൃത്തിയുള്ളൂ. കാരണം അതാണ് അവസ്ഥ. കാരണം ധവളപത്രമില്ല, ധനസ്ഥിതിയെ കുറിച്ച് അറിയില്ല, മന്ത്രിമാർ പല രീതിയിൽ പ്രസംഗം നടത്തുന്നു, ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ മുടങ്ങുന്നു, റേഷൻ കട മുടങ്ങുന്നു, സപ്ലൈകോയിൽ ധാന്യങ്ങളില്ല. ഇതെല്ലാം ഉണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. അത് ഈ ഓൺലൈൻ മീറ്റിംഗൊന്നും പറ്റില്ലെങ്കിലും ഏതാണ്ട് ഒരു രൂപം പ്രതിപക്ഷ നേതാക്കൾ ഏതാണ്ട് എങ്ങനെയൊക്കെയാണ് തിങ്കളാഴ്ച VD സതീശനും UDF നേതാക്കളും ഒക്കെ അതിനകത്ത്, അല്ലെങ്കിൽ ഉപനേതാവും ഒക്കെ എങ്ങനെ, ഉപനേതാവിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല, ലീഗിൻ്റെ നിലപാട് എന്തായിരിക്കും എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഏത് രീതിയിൽ പ്രതികരിക്കാൻ ഇടയുണ്ട് എന്ന് ശ്രീകുമാർ പറഞ്ഞതിൽ നിന്ന് ഏതാണ്ട് വ്യക്തമാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, അതായത് ചില നിബന്ധനകളൊക്കെ അവിടെ ഉണ്ട്. ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്ന VD സതീശനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അവിടെ മുഖ്യമന്ത്രി കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ എന്ത് നിലപാടെടുക്കണമെന്നുള്ള തീരുമാനം വരാൻ പോകുന്നു എന്നിടത്തേക്കൊരു ചർച്ച. സർക്കാർ ഈ ചർച്ചയെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? പ്രതിപക്ഷത്തോട് എന്തുദ്ദേശത്തിലാണ് പ്രതിപക്ഷത്തെ നേതാവിനെയും ഉപനേതാവിനെയും തിങ്കളാഴ്ച വിളിച്ചിരിക്കുന്നത്? ആദ്യമായി പറയട്ടെ, മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുള്ള ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരായി കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥന അത് മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പരിണിതപ്രജ്ഞനായിട്ടുള്ള ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്നു എന്ന് കേൾക്കുന്നു. അത് സന്തോഷകരമാണ്, അത് അഭിനന്ദനാർഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പരിമിതികളുമുണ്ട്. ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവരങ്ങോട്ട് ചെല്ലുകയാണെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. എന്തുകൊണ്ടാണ്? അന്നന്ന് നമ്മുടെ നാട്ടിലെ കൃത്യമായ എല്ലാ പിക്ചറും ഇന്ന് കിട്ടുന്ന കാലമാണ്. ഏത് സൈറ്റ് പരിശോധിച്ചാലും എല്ലാ കാര്യങ്ങളും കിട്ടും. എന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി നടക്കാൻ പോകുന്ന ചർച്ചയുമല്ല ഇത്. കേരളത്തിലെ നിയമസഭ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിനുള്ളിൽ 3 തവണയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചെല്ലാം അത് അടിയന്തര പ്രമേയമായി, അല്ലെങ്കിൽ അത് സബ്മിഷനായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ സഭയിലെ പ്രത്യേക പ്രസംഗമായി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറേ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞങ്ങളങ്ങ് പോവുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ട് ഞങ്ങൾ പറയാം എന്നൊക്കെ ശ്രീകുമാർ സാറിനെ പോലെയുള്ള ഒരു സീനിയറായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകനോ പറയുന്നത്
ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തെ അദ്ദേഹം ചുരുക്കിക്കാണേണ്ട, അദ്ദേഹം മറ്റൊരു കോൺഗ്രസ് കാഴ്ചപ്പാട് പറയുമ്പോൾ സഹയാത്രികൻ അദ്ദേഹത്തിന്റെ എന്ന കാഴ്ചപ്പാട് ഉയർന്ന ഒരു ശരിയായിരിക്കും. പദവിയാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടിയല്ലേ സംസാരിക്കുന്നത്. ലാൽ അതിന് വേറൊരു വ്യാഖ്യാനമേ കൊടുക്കണ്ട. അതൊക്കെ നല്ല ബഹുമാനത്തോടെ അവരൊക്കെ ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മുടെ പ്രതിപക്ഷം പൊതുവായി എടുത്തു വന്ന ഒരു സമീപനമുണ്ട്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. അത് പ്രത്യേകിച്ച് ബഹുമാന്യനായിട്ടുള്ള KPCCയുടെ പ്രസിഡൻ്റായി ശ്രീ കെ സുധാകരൻ വന്നതിന് ശേഷം അദ്ദേഹം കണ്ണൂർ DCC പ്രസിഡൻ്റായിരുന്നപ്പോൾ കാണുന്ന രാഷ്ട്രീയമാണ് KPCCയുടെ പ്രസിഡൻ്റായപ്പോഴും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അതൊരു മാർക്സിസ്റ്റ് വിരുദ്ധതയുടെയും അതൊരു അന്ധമായ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ UDF LDF വിരുദ്ധതയുടെയും ഒരു വർത്തമാനവും സ്വരവുമാണ്. അതെപ്പോഴും നമുക്ക് ആവശ്യമില്ല. കാരണം കേരളത്തിന് യോജിച്ച് നിൽക്കേണ്ട പ്രശ്നങ്ങളിൽ യോജിച്ച് തന്നെ പോകണം. ഞാനിവിടെ എല്ലാ ബഹുമാനത്തോടു കൂടെ ശ്രീകുമാർ സാറിനോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് 19 പേരെ ആദ്യം തിരഞ്ഞെടുത്തത് UDF. അതിൽ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനമനുസരിച്ച് ഒരാൾ മാറി ബാക്കി 18 UDFൻ്റെ എംപിമാരാണ്. ഈ 18 എംപിമാർ ഇനി 3-4 മാസമുണ്ടല്ലോ. ഈ കേരളത്തിൻ്റെ ഏതെല്ലാം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ കേരളത്തിൻ്റെ ഏത് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് പാർലമെൻറ്റിനകത്തൊന്ന് അടരാടിയത് എന്ന് അങ്ങേക്കൊന്ന് പറയാമോ? എന്ന് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധപ്പെടുത്തുന്നു. ശ്രീവാസൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു GSTയുമായി ബന്ധപ്പെട്ടതിൻ്റെ കണക്ക് കൊടുത്തില്ല എന്ന് പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞു ഗവൺമെൻറ് കണക്ക് കൊടുത്തു, കാശ് കൊടുത്തു. എവിടെ കൊടുത്തു? കാശ് എവിടെ കൊടുത്തു? ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രതിപക്ഷ ഗവൺമെൻറ്റുകളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻറ്റാണെന്നുള്ളത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളെ കാണാമോ? കർണാടകയിലും തെലങ്കാനയിലും ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ തന്നെയാണല്ലോ. എന്താ GSTയോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം? നഷ്ടപരിഹാര തുക സ്റ്റേറ്റുകൾ കൊടുത്തോ? നമുക്ക് 12,000 കോടി കിട്ടണ്ടേ? തന്നോ? എന്തിനാണ് ഏറ്റവും അവസാനം 60,000 രൂപ നമ്മുടെ ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ 4 ലക്ഷത്തോളം ആൾക്കാർക്ക് നമ്മൾ വീട് കൊടുത്തു. ആ 4 ലക്ഷത്തിൽ കേവലം 60,000 രൂപ മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നത്. ആ 60,000 രൂപ തരണമെങ്കിൽ അവിടെ ബ്രാൻഡിങ് നടത്തണമെന്നാണ്. എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പ്രത്യേക സ്റ്റിക്കർ ആ വീട്ടിൽ ഒട്ടിക്കണമെന്നാണ്. 3,40,000 കൊടുക്കുന്നവർ അവരൊന്നുമല്ല. 60,000 കൊടുക്കുന്നവരുടെ ബ്രാൻഡിങ് വേണം. അത് ലൈഫിൽ മാത്രമല്ല, അതിപ്പോൾ നടക്കുന്നത് എന്താണ്? NHMലായാൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പദ്ധതികളിലായാൽ, അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ഫണ്ടുകളിലായാൽ, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പദ്ധതിയിലും കേന്ദ്രം നാമമാത്രമായ തുകയാണെങ്കിൽ പോലും അവരുടെ ബ്രാൻഡിങ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഈ സമീപനമല്ലേ നമുക്ക് കഴിഞ്ഞ വർഷക്കാലം എല്ലാം കൂടെ നമ്മൾ കണക്കുകൂട്ടി ഇവിടെ ചർച്ച ചെയ്ത് ആർക്കറിയാൻ വയ്യാത്തത്? നമുക്ക് ആ റവന്യൂ കാര്യത്തിൽ കിട്ടേണ്ടത്, നമുക്ക് ഈ നഷ്ടപരിഹാര തുക, കടമെടുക്കുവാനുള്ള നമ്മുടെ പരിധി, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കാര്യം അതെല്ലാം പലതവണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടുള്ളത്. അവസാനത്തെ നമ്മുടെ സ്ഥിതി എന്താ? നമ്മുടെ കേരളം 7,437 കോടി രൂപ കടമെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കേന്ദ്രത്തെ സമീപിച്ചത്. നമുക്ക് തന്നത് എത്രയാണ്? 1,838 കോടിയാണ്. നമ്മുടെ വെട്ടിക്കുറച്ച് എത്രയാണ്? 5,600 കോടിയാണ്. UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വല്ല ധാരണയുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലും തിരിച്ചു വരില്ല ഞങ്ങൾ കേരളത്തിൽ ഭരണത്തിൽ എന്ന് ഞങ്ങളൊന്നും ധരിക്കുന്നില്ല കേട്ടോ. ജനാധിപത്യത്തിൽ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. നാളെ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും മറ്റന്നാൾ വേറെ ആരെങ്കിലും ഭരിച്ചാലും എന്നുള്ളതല്ല. ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടണ്ടേ? അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് പരിണിതപ്രജ്ഞനായിട്ടുള്ള കപിൽ സിബൽ, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലല്ല, അദ്ദേഹത്തിൻ്റെ കേരളത്തിന് വേണ്ടി വാദിക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയിൽ തയ്യാറായി. എന്താ ഇപ്പോൾ സുപ്രീം കോടതി ആ വിഷയത്തെ ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ കേന്ദ്രത്തിന് ലഭിക്കുന്ന വരുമാനവും കേന്ദ്രത്തിനുള്ള അവകാശവും എല്ലാം അതുപോലെ തുടരാൻ ഞങ്ങൾക്കൊരു തർക്കമില്ല. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ വിഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണ്ടേ? സംസ്ഥാനങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കാതെ വരുമ്പോൾ തീർച്ചയായും
അവിടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേരളം എന്നൊരു പൊതു താല്പര്യത്തിൻ്റെ പിന്നിൽ അണിനിരക്കുവാനുള്ള ബാധ്യത ഇവിടെ പ്രതിപക്ഷത്തിനുണ്ട്. ആ ചുമതല നിറവേറ്റുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് ഇവിടെ എങ്ങനെയും ട്രഷറി പൂട്ടണം, എങ്ങനെയും ക്ഷേമപ്രവർത്തനങ്ങൾ സ്തംഭിക്കണം, എങ്ങനെയും വികസനം തടയണം എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ അതിൻ്റെ പിന്നാലെ കോൺഗ്രസ് പോയിക്കൂടാ, അല്ലെങ്കിൽ UDF പോയിക്കൂടാ. കാരണം കേന്ദ്രം ഭരിക്കുന്ന നയത്തിനെതിരായി ഇന്ത്യയിലാകെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ യോജിച്ച് ശബ്ദമുയർത്തുന്നവരാണ് നമ്മൾ. ആ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് വിഭിന്നമാണ് കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് എന്നുള്ളത് ഇതുവരെയുള്ള ഓരോ അനുഭവങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവിടെ ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഈ കേന്ദ്ര ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഓരോ ദിവസവും പറഞ്ഞു. ഏറ്റവും അവസാനമാകുമ്പോൾ നമ്മുടെ വായ്പാ പരിധിയിലടക്കം എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉപനേതാവായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ആ കാര്യത്തിൽ യോജിച്ച് പ്രതികരിക്കുവാൻ തയ്യാറാണ് ഞങ്ങൾ, യോജിച്ച കേന്ദ്ര നയത്തിനെതിരായി നിലപാടെടുക്കാൻ തയ്യാറാണ് എന്ന ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞപ്പോൾ പറഞ്ഞു TN പ്രതാപൻ. ആ പ്രതാപൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചതെന്താണ്? കോൺഗ്രസിൻ്റെ നയത്തിന് വിരുദ്ധമാണ്, അത് ഇവിടെ ആലോചിച്ചിട്ടുള്ളതല്ല, അതുകൊണ്ട് ചിലരെഴുതിയത് പ്രതാപൻ്റെ പേരിൽ നടപടി അടക്കമെടുക്കാൻ പോകുന്നു എന്നുള്ള നിലയിലാണ്. ഏറ്റവും അവസാനം കേരളത്തിലെ 18 MP-മാരിൽ 16 കോൺഗ്രസിൻ്റെ MP-മാരിൽ തൃശ്ശൂരിലുള്ള TN പ്രതാപന് അവിടെ ഒരു പ്രത്യേക സാഹചര്യം ചിലപ്പോൾ തൃശ്ശൂരിലുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം, കാരണം അവിടെ BJP നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞല്ലോ, അത്തരം ഒരു സാഹചര്യത്തെ കണ്ടുകൊണ്ടായിരിക്കാം കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശാസിക്കാനോ അല്ലെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനോ ആണ് കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള മറ്റു പല MP-മാരും ചില നേതാക്കന്മാരും തയ്യാറായതെന്നാണ് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇന്നലെ വരെയുള്ള ഒരു ചിത്രം കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നിൽക്കണം എന്നതോ അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു വാക്ക് പറയണം, ഇനി ഒന്നിച്ചില്ലെങ്കിലോ ഒറ്റക്കാണെങ്കിൽ പോലും കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണ് എന്ന് പറയുവാനുള്ള ഒരു സാമാന്യ നീതി നമ്മൾ പ്രതീക്ഷിക്കുകയല്ലേ? കാരണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് റാങ്കിന് തുല്യമാണല്ലോ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവും ഭരണത്തിൻ്റെ ഭാഗമല്ലെങ്കിലും അദ്ദേഹം പ്രതിപക്ഷത്തെ മുഴുവൻ നയിക്കുന്ന ക്യാബിനറ്റ് റാങ്ക് വാങ്ങുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായും അവർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു കേരളം നേരിട്ട പ്രശ്നം. എന്തായാലും ഇപ്പോൾ ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ തയ്യാറായാൽ അത് സ്വാഗതാർഹമാണ്. അദ്ദേഹം കൂടെ പറഞ്ഞു KSRTC-കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ആര് പറഞ്ഞു? KSRTC-കാരുടെ ശമ്പളം 2 ഘട്ടമായിട്ടാണല്ലോ കൊടുക്കാൻ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ KSRTC-ക്ക് കൊടുത്ത തുക എത്രയാണ്? നിങ്ങൾ ആ കണക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. പെൻഷൻകാരടക്കം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണകാലഘട്ടത്തിൽ അവരുടെ എത്ര പേരുടെ ബോഡിയുമായിട്ടാണ്, മൃതദേഹങ്ങളുമായിട്ടാണ് പ്രകടനം നടത്തേണ്ടി വന്നത്? ഇപ്പോൾ ഡിസംബർ വരെയുള്ള പെൻഷൻ അവർക്ക് കൊടുത്തല്ലോ. ഏത് മാർഗത്തിലാണെങ്കിലും കൺസോർഷ്യം മുഖേനയായാലും എങ്ങനെയായാലും KSRTC-യുടെ പെൻഷൻ കൊടുത്തല്ലോ. KSRTC ഇപ്പോഴും അതിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിമാസം ഏതാണ്ട് 10-230 കോടി രൂപ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നത്. ഈ കേരളത്തിൽ 2016 വില, ആ 2016 മുതൽ 2023 വരെ 13 കൂട്ടം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില ഒരേ വിലയിൽ കൊടുക്കുവാൻ കേരളത്തിലെ സപ്ലൈകോ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിനുവേണ്ടി എത്രയാണ് കേരളത്തിലെ ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിട്ടുള്ളത്? അങ്ങനെ സബ്സിഡി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരേണ്ട വരുമാനത്തിൽ കേന്ദ്രം കുറച്ചാൽ, നൽകേണ്ട അർഹതപ്പെട്ട് തരാതെ വന്നാൽ നമ്മൾ കൊടുക്കാനുള്ളവർക്ക് നമ്മൾ താമസം പറയും, ഒന്ന് അല്പം ക്ഷമിക്കാൻ പറയും, അല്ലെങ്കിൽ ഒന്ന് സഹിക്കാൻ പറയും, അല്ലെങ്കിൽ 10 ദിവസം സാവകാശം ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവർ സാധനം തരാതെ വരും. അതിൻ്റെ പ്രയാസങ്ങളുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ സമയങ്ങളിലെല്ലാം പൊതുമാർക്കറ്റിൽ വില പിടിച്ചു നിർത്താൻ പരമാവധി ഇടപെട്ടുകൊണ്ട് തന്നെയല്ലേ
കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം ശരി, മുന്നോട്ട് ശ്രീ പോകുന്നത്? പി. പി. ചിത്തരഞ്ജൻ, ഇന്ത്യയിൽ എവിടെയാണ് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ ഒരു താങ്കൾ പൊതുവിതരണ സമ്പ്രദായം? പരമാവധി ഈ മറ്റൊരു കാര്യം, സമയത്തിനകത്ത് 62 ലക്ഷം ഉൾക്കൊള്ളിച്ച് ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ. ഞാൻ അതിലേക്ക് വരാം. താങ്കൾക്ക് കുറച്ചുകൂടി പറയാനുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതിലേക്ക് വരാം. ശ്രീ എ സജീവൻ, അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് കഴിഞ്ഞ 7 വർഷമായി കേരളത്തിലെ സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയുടെ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഇതിലൊക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾക്കാണ് ഈ സഹകരണം വേണ്ടത് എന്ന അഭ്യർത്ഥനയാണ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ആ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കും. അതിനൊരു സംശയദൃഷ്ടിയോടുകൂടി ശ്രീ എൻ ശ്രീകുമാർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ കാണേണ്ടതുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതൊക്കെ പറയേണ്ടി വരും, ഇതൊക്കെ കൃത്യമായി അവിടെ അവതരിപ്പിക്കുകയും ചെയ്യും. ആ പ്രശ്നങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് ശ്രീ ചിത്തരഞ്ജൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇവിടെ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് നവകേരള സദസ്സ് നടന്ന ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് പറഞ്ഞില്ല, ഉപനേതാവിനോട് സംസാരിച്ചില്ല എന്ന പരാതിയും കൂടി തീരുകയാണ്. അത് സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട് ഏത് രീതിയിലേക്ക് പോകണം എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ലാലെ, ഈ ചർച്ചയുടെ ടൈറ്റിൽ കാർഡിൽ കൊടുത്തിട്ടുള്ള കേന്ദ്രത്തിനെതിരെ കൈകോർക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ശ്രീകുമാർ ഇവിടെ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയാൻ പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതാണ് എങ്കിൽ കൈകോർക്കലല്ല കൊമ്പ് കോർക്കാനാണ് അവർ തയ്യാറാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊമ്പ് കോർക്കണം. താങ്കളുടെ ചോദ്യത്തിന് അവസാനത്തെ 2 കാര്യങ്ങളുള്ളത് എങ്ങനെയായിരിക്കും എന്നും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കൊമ്പ് കോർക്കലിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ നിന്നുകൊണ്ട് പോരാടിയാൽ മാത്രം എന്നാലും കിട്ടുമോ എന്നറിയില്ല. കാരണം കേന്ദ്രത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. കേന്ദ്രം കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയിട്ടാണ് നീങ്ങുന്നത്. അവർക്ക് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട്. അത് നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. ഇനിയും അദ്ദേഹം കേരളത്തിൽ തന്നെ ആവർത്തിച്ച് വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് പരമാവധി കൊയ്തു കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ BJP ശ്രമിക്കുന്നത്, നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ആ സമയത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് നീങ്ങേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു ശ്രീകുമാർ പറഞ്ഞത്, ഞങ്ങൾ ഇത് പ്രതിപക്ഷ നേതാവും മറ്റു 2 പേരെയും ഒരുമിച്ച് അദ്ദേഹം പറയുന്നത് ഉപനേതാവും പോയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പറയാനുള്ള കുറേ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറയും, ചോദിക്കും. അതിന് കിട്ടുന്ന മറുപടി ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പറയും. അത് മറുപടി വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രതികരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മുമ്പാകെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ശ്രീകുമാർ വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ പോലും അത് സർക്കാരിന് അനുകൂലമായി പറയില്ലാണ്ട കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം ആ രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നേട്ടം ആർക്കാണ് കിട്ടുക? 2 മുട്ടനാടുകളും തമ്മിൽ മുട്ടിച്ചിട്ട് ചോര കുടിച്ച പഴയ കുറുക്കൻ്റെ കഥയുണ്ടല്ലോ, അതിന് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും BJP ആയിരിക്കും. ഇപ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ചിത്തരഞ്ജൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ലൈഫ് പദ്ധതി എന്ന പേരിൽ ഇവിടെ നടപ്പാക്കും 4 ലക്ഷം ഒരാൾക്ക് വീട് വെക്കാൻ കൊടുക്കുന്നു. ആ വീട് വെക്കുന്നതിൽ കേന്ദ്രത്തിൻ്റെ പങ്ക് PMAY പ്രകാരം എന്താണ് കൊടുക്കുന്നത്? അത് വെച്ച് പക്ഷേ അവിടെയാണിത് പറയുന്നത്. ഇതാണ് ബ്രാൻഡിങ്ങിന് നരേന്ദ്രമോദി എല്ലാം നരേന്ദ്രമോദിയുടെ ഉറപ്പാണെന്ന് പറയുമ്പോൾ ബ്രാൻഡ് ചെയ്യുകയാണ്. ഓരോ വീട്ടിന് മുമ്പിലും എൻ്റെ പടം വരണം എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന ഒരു സംഭവത്തെ അതിനെയൊന്നും പ്രതിപക്ഷം ശക്തമായിട്ട് എതിർത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾക്കിങ്ങനെ ആയിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞില്ല. നിർമ്മല സീതാരാമൻ ഈ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്, കാശ് കൊടുക്കാത്തതുകൊണ്ട് പല കാര്യത്തിലും കണക്ക് കൊടുക്കുന്നതാണെങ്കിൽ പോലും ആവർത്തിച്ച് ഇപ്പോൾ നമ്മുടെ മന്ത്രിമാർ പറയുന്നതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ല. മന്ത്രിമാർ പറയുന്നത് ഞങ്ങൾ എൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും അത് പോരാ. ചില ആളുകളുണ്ടല്ലോ, നമ്മൾ എന്ത് പറഞ്ഞാലും പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ചില അധ്യാപകന്മാർ എത്ര വൃത്തിയായിട്ട് എഴുതി കൊടുത്താലും വിദ്യാർത്ഥിയോട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെയുള്ള നിലപാട് കേന്ദ്രം കേരളത്തോട് മാത്രമല്ല മിക്ക പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരെ
ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ പേര് മാറ്റിയാൽ മാത്രമേ ഈ ആരോഗ്യ രംഗത്തുള്ള ഈ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ പേര് മാറ്റലിലൊക്കെ ഒരു കൗതുകം നോക്കൂ. അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്ക് IPC CRPC എവിഡൻസ് ആക്റ്റും മാറ്റുമ്പോൾ നമുക്കൊന്നും പറയാം. അതിൻ്റെ പേര് ഇപ്പോഴും എനിക്ക് ആ പേര് വൈകാട്ടാക്കാൻ പറ്റുന്നില്ല. അത്രയും എന്താണ് നമുക്ക് കൗതുകമല്ല, നമുക്കൊരു അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ള പേരുകൾ. അതുകൊണ്ട് എന്താണ് ഗുണം? ഇവിടെ IPC എന്നും CRPC എന്നും എവിഡൻസ് ആക്ട് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും സർക്കാരിൻ്റെതാക്കിയിട്ട് മറ്റൊരു BJP ബ്രാൻഡ് അതിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു RSS ബ്രാൻഡ് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നരേന്ദ്രമോദി ഇവിടെ വന്ന് പറയുന്നതും, നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ളതും, മറ്റു പല കേന്ദ്രമന്ത്രിമാർ വന്ന് പറഞ്ഞിട്ടുള്ളതും, നമ്മുടെ കേന്ദ്രമന്ത്രിമാർ വി മുരളീധരൻ ഉൾപ്പെടെ ഈ രാജീവ് ചന്ദ്രശേഖരനൊക്കെ പറയുന്നത് ഞങ്ങളാണിത് കൊടുക്കുന്നത്, അത് നടപ്പാക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. അത് മറ്റു പല സംസ്ഥാനത്ത് തമിഴ്നാടിനെ കുറിച്ചാണെങ്കിലും എന്താണ് ഈ ബംഗാളിനെ കുറിച്ചാണെങ്കിലും ഒക്കെ പറയുന്ന ഇതേ രീതിയിലാണ്. ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം സർക്കാരിനെ എല്ലാ കാര്യങ്ങളിലും പിന്താങ്ങുമെന്നല്ല. ശരിക്കും അവർ ശക്തമായിട്ട് എതിർക്കേണ്ടതിനെ എതിർക്കണം. സർക്കാരിൻ്റെ ഭാഗത്തുള്ള എല്ലാ വീഴ്ചകളും അവർ എതിർക്കണം. പക്ഷേ ഇവിടെ ഇത്തരം കുറേ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾക്ക് ഗവർണർ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ MLA-മാരും കൂടി ഒരുമിച്ച് നിന്ന് പാസ്സാക്കിയ നിയമങ്ങൾ പോലും, ബില്ലുകൾ പോലും അത് ഒപ്പിടാതെ എനിക്ക് തൃപ്തിയില്ല, എനിക്ക് പരാതി കിട്ടിയതുകൊണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ ഉണ്ടല്ലോ പരസ്യമായിട്ട് അതിരൂക്ഷമായിട്ട് വിമർശിക്കേണ്ടേ? ഈ ഭൂപതിവ് നിയമം ഭേദഗതി അതിന് പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടോ? ബാക്കിയുള്ളതൊക്കെ പോട്ടെ, ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റുന്നതിനോ കാര്യങ്ങളൊക്കെ പോട്ടെ, ഭൂപതിവ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് UDFിന് ഏറ്റവും താല്പര്യമുള്ള കാര്യമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അത് ഒപ്പിടാതെ എനിക്ക് കുറച്ച് പരാതി കിട്ടിയിട്ടുണ്ട്, ഞാൻ വിശദീകരണം ചോദിച്ചു. ഒരു കാര്യത്തിലും ഒരു ഗവർണർക്കും വിശദീകരണം ചോദിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയേണ്ടത്. ഇത് സർക്കാരിനോടല്ല നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലാണ്. നിയമസഭ പാസ്സാക്കിയ ബില്ലിൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിശക്തമായിട്ട് പ്രതികരിക്കേണ്ടതിന് പകരം അതിനെ ന്യായീകരിച്ചുകൊണ്ടും മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ആ നിലപാടിൽ ഇനിയും പ്രതിപക്ഷം മുന്നോട്ടേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ചോദ്യം. ശ്രീകുമാർ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് കൊമ്പ് കോർക്കാനാണ് നീക്കമെങ്കിൽ അതൊരിക്കലും ഇവിടെ പ്രതിപക്ഷത്തിന്, അത് UDFിനെയും LDFിനെയും ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷത്തെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രതിപക്ഷത്തിന് ഒരിക്കലും താല്പര്യം, അവർക്ക് ഗുണം ചെയ്യുന്നതല്ല. BJPക്ക് ഇവിടെ ഒരു പടിയെങ്കിലും ചവിട്ടിക്കയറാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീകുമാർ, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ അറിയാം എന്നൊരു സ്ഥിതിയാണ്. കേന്ദ്രം വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെ പദ്ധതികളെല്ലാം പ്രതിസന്ധിയിലാകുന്നത് ഉണ്ടെങ്കിൽ അതിന് കാരണം അതിനെ വല്ലാതെ ശ്രമിച്ചാണ് കേരളത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പലപ്പോഴും കുറച്ച് താമസിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇല്ലാതെ നടപ്പിലാക്കാതെ പോകുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് പലതും വരുന്നില്ല. അതിന് വല്ലാതെ കിണഞ്ഞ് ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പോൾ ലൈഫ് മിഷൻ്റെ കാര്യമാണെങ്കിലും സിവിൽ സപ്ലൈസ് പൊതുവിതരണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ, ആശുപത്രികളുടെ കാര്യങ്ങളാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഈ പബ്ലിക് വർക്ക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, റോഡ് പണിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നടക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും നിയമസഭ ബില്ല് ആക്റ്റാക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ പോലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ സജീവൻ ചൂണ്ടിക്കാട്ടിയത്. ഗവർണർ അത് ഒപ്പിടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനകത്ത് ആരുടെ ഇടപെടലാണെന്നുള്ളത്. ഇവിടെയൊക്കെ മുഖ്യമന്ത്രി പറയട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്ന നിലപാടാണ്. അതുവരെ മുഖ്യമന്ത്രിയെ വിമർശിക്കുക. ഈ കാര്യങ്ങളൊക്കെ താമസിക്കുമ്പോൾ കേന്ദ്രം വഴി താമസമുണ്ടാകുന്ന സംസ്ഥാനത്തെ കാര്യങ്ങളിൽ ഭരണനിർവഹണത്തിലെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായി തെരുവിലിറങ്ങുകയും ഒക്കെ ചെയ്യുന്ന സമരങ്ങളിലേക്ക് പോകുമ്പോൾ അത് വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. കേന്ദ്രം സമ്മർദ്ദത്തിലാക്കുന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷം ഒന്നുകൂടി സമ്മർദ്ദത്തിലാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി വീണ്ടും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അത് ജനം വിലയിരുത്തില്ലേ? തീർച്ചയായിട്ടും ജനം വിലയിരുത്തും. അതായത് കേരളത്തിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന BJP ഗവൺമെന്റിനെതിരായ കോൺഗ്രസിന്റെ നീക്കം പല ഘട്ടങ്ങളിലും
പല രീതിയിലും കണ്ടതാണ്. 19 എം പിമാര്, ഇപ്പൊ 18, ആ 18 എം പിമാര് 19 ആയിരിക്കുമ്പോഴും ആ എം പിമാരെ അവഗണിച്ച ഒരു സമീപനം കേരള ഗവൺമെന്റ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് എം പിമാരുടെ അവലോകന യോഗം വിളിക്കാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അതൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷെ എന്നാൽ പോലും ജനങ്ങളുടെ കാര്യത്തിൽ BJP ഗവൺമെന്റ് ദ്രോഹ നടപടി എടുക്കുകയാണെങ്കിൽ ശക്തമായി പ്രതികരിക്കും. അതിന്റെ അർത്ഥം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് സുഖമായി എവിടെ പ്രതികരിച്ചു? ഇല്ല, നമുക്ക് ആദ്യ ഭരിക്കാൻ ലെവലിൽ നിന്ന് ഒന്നുകൂടി നമുക്ക് സൂക്ഷ്മമായ ചോദ്യങ്ങളിലേക്ക് പോകാം. എവിടെ പ്രതികരിച്ചു എന്നാണ് നേരത്തെ ശ്രീ പി ചിത്തരഞ്ജൻ ചോദിച്ചത്. അല്ല, ശ്രീ പി ചിത്തരഞ്ജൻ അങ്ങനെ ചോദിക്കുന്ന അദ്ദേഹം CPM-ന്റെ MLA ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലില്ല. കാരണം ഗഡ്കരി വന്നിട്ട് കേരളത്തിൽ, കേന്ദ്ര മരാമത്ത് മന്ത്രി ഗഡ്കരി വന്നിട്ട് കേരളത്തിലെ റോഡുകളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞപ്പോൾ ഗഡ്കരിയെ കേരള ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ മറക്കരുത്. BJP-യുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ഗഡ്കരി. അപ്പൊ അത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ഗവൺമെന്റുകൾ, കേന്ദ്ര കേരള ഗവൺമെന്റുകൾ തമ്മിൽ 3 കൺകറന്റ് സ്റ്റേറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ 2-3 ലിസ്റ്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളും ഫെഡറൽ സംവിധാനമൊക്കെ എപ്പോഴും വരുന്നതാണ്. അതൊന്നും തർക്കമില്ല. പക്ഷേ ഈ കൊമ്പുകോർക്കലല്ല എന്റെ സുഹൃത്ത് സജീവൻ അത് തെറ്റിദ്ധരിച്ച കൊമ്പുകോർക്കലല്ല. ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്? ധവളപത്രം ഇല്ല സജീവ. അല്ല, ഒരൊറ്റ മിനിറ്റ്. ധവളപത്രം വരട്ടെ. ധവളപത്രത്തിന്റെ കാര്യം നമുക്ക് നേരത്തെ ശ്രീ ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടിയതാണ്. ധവളപത്രത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സബ്മിഷന്റെ മറുപടികളായിട്ടും ചോദ്യങ്ങളായി അല്ലാതെയും ഒക്കെ എത്രയോ തവണ നിയമസഭയിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. പിന്നെയും ഒരു ധവളപത്രം എന്നൊരു സാങ്കേതികത്വത്തിൽ പ്രതിപക്ഷം ഇങ്ങനെ പിടിച്ചു തൂങ്ങുകയാണോ? ഞാൻ അതല്ല ചോദിച്ചു. നേരത്തെ ഗഡ്കരിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഗഡ്കരി ഒരു മുൻ BJP അധ്യക്ഷനായതുകൊണ്ട് കേരളത്തിൻ്റെ റോഡുകൾ മോശമാണ്, കേരളം ഇവിടെ ഒന്നും ചെയ്തില്ല എന്നൊരു നിലപാടുണ്ടോ പ്രതിപക്ഷത്തിന്? അല്ലല്ല, ഞാൻ പറയാണ്. അതായത് അതുകൊണ്ട് അത് CPM പറയുന്നതെന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യമാണ്. എല്ലാവരും പുകഴ്ത്തട്ടെ. അതൊക്കെ നല്ല കാര്യമാണ്. ഈ ധവളപത്രം എന്ന് പറയുന്നത് നിയമസഭയിലെ സബ്മിഷനോ അല്ലെങ്കിൽ കാളിമോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ധവളപത്രം എന്തിനാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. കേരളത്തിന്റെ ധനസ്ഥിതി എന്താണ്, ഇതാണ് ചോദിക്കുന്നത്. ഇതിനാണ് ധവളപത്രം എന്ന് പറയുന്നത്. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെന്നിരുന്നിട്ട് ഓൺലൈനിൽ കൂടെ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുകയല്ല. എന്തുകൊണ്ടാണ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി? അല്ല, ഇതേ സാങ്കേതികത്വമാണ് കേന്ദ്ര സർക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ കണക്കുകൾ എന്ന് ചോദിച്ചെടുത്ത് താങ്കൾ ഈ പറയുന്ന ധവളപത്രം തന്നെയാണ് മറ്റൊരു വാക്കിൽ അപ്പുറത്ത് നമുക്ക് എടുക്കാൻ സാധിക്കുക. അതായത് ഈ സാങ്കേതികത്വത്തിൽ പിടിച്ച് തൂങ്ങുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പരിപാടി പോലെയാണ്. അത് നമുക്ക് വൈകിപ്പിക്കാം, പ്രതിസന്ധികൾ ഉണ്ടാക്കാം, അതിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ പിടിച്ച് തൂങ്ങാം. അതല്ലാതെ ഇതുകൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണം? സംസ്ഥാനത്തിന്റെ ചെലവ് ചുരുക്കണമെന്നും ധൂർത്ത് കുറയ്ക്കണമെന്നും ഒക്കെ പറയുമ്പോൾ അതനുസരിക്കാത്ത ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഇതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുന്നില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു കേരളത്തില്. അത് മാത്രമല്ല, കരാറുകാർക്ക് 10-16,000 കോടി രൂപ കൊടുക്കാറുണ്ട് കരാറുകാർക്ക്. അതടക്കം ഞാൻ പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചു സാമ്പത്തിക പ്രതിസന്ധി. അതുകൊണ്ടാണ് ഈ ധവളപത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കേരളത്തിന്റെ അവസ്ഥ മനസ്സിലാകും. ഇന്നിപ്പോ നോക്കൂ. അത് മാത്രമല്ല, നമ്മൾ ഗവർണർ മുഖ്യമന്ത്രി പോരെന്ന് പറഞ്ഞ് നമ്മളെ രാഷ്ട്രീയമായിട്ട് മാറ്റരുത്. കേന്ദ്രത്തിന്റെ പ്രതിപുരുഷനാണ് ഗവർണർ. കേരളത്തിലെ സ്ഥിതി ഗവർണറാണ് കേന്ദ്രത്തെ അറിയിക്കുന്നത്. അത് കൃത്യമായിട്ട് അദ്ദേഹം അറിയിക്കുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. അത് അറിയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. കാരണം എന്താണ്? കേരളത്തിന്റെ കാര്യങ്ങൾ യഥാസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നോട് വന്ന് പറയുന്നില്ലെന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് ഗവർണർ. അപ്പോൾ അതൊക്കെ സുപ്രീം കോടതി വിജയിക്കാൻ അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് കൊമ്പുകോർക്കലല്ലത് സജീവ. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനൊരു അവസരം കിട്ടി. നേരത്തെ അവസരമില്ല. നേരത്തെ എന്താ പറഞ്ഞത്? പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ധൂർത്താണ്. നവകേരള സദസ്സിൽ ഒരു ബസ് ഇങ്ങനെ എടുത്തു, അപ്പോൾ ഭയങ്കര ധൂർത്തായി. അതല്ലെങ്കിൽ കൂടുതൽ വണ്ടികൾ ഓടി, അതുകൊണ്ട് ധൂർത്തായി. അതല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ, ആഘോഷങ്ങളുണ്ടായി, അതുകൊണ്ട് ധൂർത്തായി. ഇതാ കരാറുകാർക്ക് 16,000 കോടി കൊടുക്കാനുണ്ട്, അത് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ അതൊക്കെ അവരുമായി സംസാരിച്ച് നേരെയാക്കാൻ വേണ്ടി ഒരു സംസാരം, അത് പ്രതിപക്ഷം അതിനോടല്ല നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ധൂർത്തും ഇതൊക്കെ ഉള്ളത് കാരണം ഇനി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പൈസ ചോദിക്കണ്ട, അതവിടെ നിൽക്കട്ടെ. ഇവിടെ കണ്ടില്ലേ കേരളം ചെയ്യുന്നത് ധൂർത്താണ്, അത് നിർത്തൂ ആദ്യം, കേന്ദ്രത്തോട് പിന്നീട് ചോദിക്കാം. ഇതാണോ നിലപാട്? എന്റെ ലാലെ, എഴുതാപ്പുറം വായിക്കണ്ട. നേരത്തെ ചോദ്യം അത്രേ ഉള്ളൂ. കേന്ദ്രത്തോടുള്ള സമീപനം എന്താണെന്നാണ് ചോദ്യം.
അതെ, ഞാൻ പറഞ്ഞുതരാം, നിസ്സാരമായിട്ട് ലളിതമായി പറയാം. നേരത്തെ ബഹുമാന്യനായ ചിത്രരഞ്ജൻ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിന്റെ GST കുടിശ്ശിക കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എമൗണ്ട് ഞാൻ മറന്നുപോയി, തുക കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പ്രേമേന്ദ്രൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോൾ പറഞ്ഞു കേരളത്തെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ആ കണക്ക് കൊടുത്തു, കേരളം കൊടുത്തിട്ട് ആ പണവും കുടിശ്ശികയും കിട്ടി. അതേ പറഞ്ഞത്. അപ്പൊ അതുപോലെ കേന്ദ്രത്തിന്റെ പണം കേരളത്തിന് കിട്ടണം. ഇതൊക്കെ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും കേരളത്തിലല്ലേ ജീവിക്കുന്നേ. അല്ല, ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ കാര്യത്തെക്കുറിച്ചാണല്ലോ മറ്റൊരു കണക്ക് പറഞ്ഞത്. 7,000 ചില്ലറ കോടി രൂപ ചോദിച്ചെടുത്ത്, 7,437 കോടി ചോദിച്ചെടുത്ത് 1,838 കോടിക്കുള്ള വായ്പ എടുക്കാനുള്ള അനുമതിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന് ഇത്തരം ഒരു പരിധിയില്ല. കേന്ദ്രം ചെയ്യുന്നത് എന്താണ്, അവിടുത്തെ കടമെടുപ്പ് എങ്ങനെയാണെന്നുള്ളത് ആർക്കും ചോദിക്കാനുമില്ല, ഒന്നുമില്ല. കോൺഗ്രസ് ചോദിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. കേന്ദ്രത്തിന്റെ കടമെടുപ്പും കേരളത്തിന്റെ കടമെടുപ്പും നമ്മൾക്കിവിടെ ഈ ഒരു മറ്റേ സാഹചര്യത്തിൽ വിഷയമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്പെടുന്ന എന്താണ്, കേരളത്തിന് കിട്ടാവുന്ന കേന്ദ്ര ആനുകൂല്യം അത് അവകാശമാണ്, അത് ഔദാര്യമല്ല, അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ കേരളം ചില ഹോംവർക്കുകൾ ചെയ്യണം. ആ ഹോംവർക്കുകൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് കേന്ദ്ര ധനമന്ത്രിയാണ്. അതിന് ഉത്തരം കൊടുത്തിട്ടില്ല കേരളം. ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കോൺഗ്രസിന് ഇത്ര വിശ്വാസം വന്നത് എപ്പോൾ മുതലാണ്? BJPയുടെ നേതാവ്, നേരത്തെ ഒരു BJP മുൻ അധ്യക്ഷൻ ഇവിടെ റോഡ് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ കൂടെ കടന്നു പോയതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒന്നും അത് പിടിച്ചില്ല. പക്ഷേ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്ന കണക്കുകളോട് നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം, അതെന്നു തൊട്ടാണ്? വിശ്വാസമല്ല ഡോക്ടർ ലാലേ, കേന്ദ്ര ധനമന്ത്രി പറഞ്ഞ കണക്ക് പ്രേമേന്ദ്രൻ വഴി കേരളത്തിൽ കിട്ടിയല്ലോ. അപ്പൊ കേന്ദ്ര ധനമന്ത്രി എന്തെങ്കിലും പറയുന്നതിൽ അർത്ഥമുണ്ടെന്നൊരു തോന്നൽ വന്നു. അത് തിരുവനന്തപുരത്ത് ധനമന്ത്രി വന്നു. അവിടെ പോയിട്ട് കേരള ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ഒരു നിവേദനം കൊടുത്തില്ല. കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവരോട് പോയി സംസാരിക്കണ്ടേ? വേണ്ട. നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയെ 1-2 തവണ കാണണ്ടേ? ഇമെയിലും ഫാക്സും അയച്ചിരുന്നാൽ മതിയോ? ഇതൊക്കെ ചോദ്യം. ആ ചോദ്യങ്ങളാ ചോദിക്കുക, അല്ലാതെ കൊമ്പ് കോർക്കുന്ന പരിപാടിയല്ല. ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും പോകുന്നത്. കാരണം ഗവൺമെന്റിനെ സഹായിച്ചില്ലെങ്കിൽ കേരളം പട്ടിണിയാവും. പക്ഷേ എം പിമാർ എവിടെ പാർലമെന്റിൽ ഒരു തവണയെങ്കിലും കേരളത്തിലെ ഏത് ആവശ്യത്തിന് വേണ്ടി അവിടെ സംസാരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. അതുപോലെ സംസ്ഥാന നിവേദനം കൊടുക്കുന്ന കാര്യത്തിൽ, ഒപ്പിടുന്ന കാര്യത്തിൽ എം പിമാരെടുത്ത സമീപനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് മറുപടിയില്ല. TN പ്രതാപൻ നിവൃത്തിയില്ലാതെ തൃശ്ശൂരിലെ കാഴ്ചകൾ കണ്ട് പേടിച്ച് എന്തൊക്കെയോ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ വിരട്ടുന്നു കോൺഗ്രസിലെ മറ്റ് MP എന്ന് പറഞ്ഞതിനുള്ള മറുപടിയില്ല. അല്ല, ബഹുമാനായ ചിത്രത്തിൽ എവിടുന്നാ ഇത് കിട്ടിയെന്ന് എനിക്കറിയില്ല. TM പ്രതാപൻ ആ വിഷയം പാർലമെന്റിൽ നോട്ടീസ് കൊടുത്തു. അത് ചർച്ച ചെയ്യാൻ അവരെടുത്തില്ല. നോട്ടീസ് കൊടുത്തപ്പോൾ പ്രതാപനെ ആരും ഒന്നും പറഞ്ഞില്ല. പ്രതാപനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോഴും കിടപ്പുണ്ട്, കൈയടി കിടപ്പുണ്ട്. എന്താ പറഞ്ഞറിയോ? ഞാനിത് കേരള നിയമസഭയിൽ ഉന്നയിച്ചതാണ്, അത് തന്നെയാണ് പ്രതാപൻ ലോകസഭയിൽ ഉന്നയിക്കുന്നത്. ഒരാളും പ്രതാപനെ കുറ്റം പറഞ്ഞിട്ടില്ല. ബഹുമാന്യനായ ചിത്രരഞ്ജൻ എങ്ങനെയാണ് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം ഇതാണ്: കേരള നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച കാര്യമാണ് ലോക്സഭയിൽ പ്രതാപൻ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കാര്യം ലാല് പറഞ്ഞാൽ ശരിയാ, നിവേദനം കൊണ്ട് കഴിയുമ്പോൾ ഒപ്പിടാൻ പറയുമ്പോൾ 19 MP ഒപ്പിടില്ല. പക്ഷെ ആ നിവേദനം കൊടുക്കുമ്പോൾ അവരെ വിശ്വാസത്തിലെടുത്തില്ലെന്നാണ് MP പറഞ്ഞത്. അല്ലാണ്ട് ഇതിൽ ഒപ്പിട്ടാട്ട് എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കില്ല. കാരണം അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. ആ ജനങ്ങൾ എന്താണ്? ആ ജനങ്ങൾക്ക് ഈ ധൂർത്തും ധന ദുർവിനിയോഗം ഒന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് MP അങ്ങനെ പറഞ്ഞത്. പ്രതാപൻ പറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു, KPCC അംഗീകരിച്ചു. പാർലമെന്റിൽ BJPക്കാര് പ്രതാപന്റെ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളോട് കോൺഗ്രസിന് വല്ലാതെ എതിർപ്പുകളുണ്ട്. അതിനോടൊന്നും ഞങ്ങളുടെ MP യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളോട് ഇപ്പോൾ സഹകരിക്കില്ല. ഇതാണ് നിലപാട്. അതുകൊണ്ടാണ് കേന്ദ്രം NHMന്റെ കാര്യത്തിൽ ആശുപത്രികളുടെ നിറം മാറ്റുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാത്തത് പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ്. അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിറം മാറ്റാത്തത് കൊണ്ട്, ഇവിടെ പൈസ കൊടുക്കാത്തത് കൊണ്ട് ആ പൈസ വാങ്ങിച്ചെടുക്കണം, അത് നമ്മുടെ അവകാശമാണ് എന്നൊരു വാദം ഉന്നയിക്കാത്തത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കിട്ടേണ്ട പൈസ, UGCയുടെ ബാക്കി പൈസ കിട്ടാനുള്ളതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത്. അതുപോലെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കടമെടുപ്പ് പരിധിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത്. ഇതൊക്കെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ കാര്യങ്ങൾ കോൺഗ്രസിന് ദഹിക്കുന്ന രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് കേന്ദ്രത്തോട് ഒരക്ഷരം മിണ്ടില്ല എന്നതാണ് നിലപാട്, അല്ലേ? ഡോക്ടർ ലാലൻ, ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ,
എന്നാ പിന്നെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഈ ആശുപത്രികൾക്ക് നിറമടിക്കണോ മാറ്റി? ലൈഫ് മിഷനിലെ വീടുകൾക്ക് നരേന്ദ്രമോദിയുടെ പടം അടിച്ചു കൊടുക്കണോ? 3,40,000 രൂപ മുടക്കുന്ന സംസ്ഥാന സർക്കാർ തീരുമാനിക്കണോ? 60,000 രൂപ കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ പറയുന്നതായിരിക്കണോ അവിടെ കേൾക്കേണ്ടത്? ഇതിനൊരു മറുപടി എന്താണ്? കോൺഗ്രസ് എന്ത് പ്രതികരിച്ചു? കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എന്ത് പെയിന്റ് അടിക്കണമെന്ന് തീരുമാനിച്ചൊരു പാർട്ടിയുടെ കഥ ഞാൻ ഇവിടെ പറയണോ? ബഹുമാനായ ചിത്തരഞ്ജനും സജീവനൊക്കെ അതറിയാം, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഈ പെയിന്റ് അടിയൊന്നും അല്ല നമുക്ക് കാര്യം. കേന്ദ്രം പെയിന്റ് ഒരു പ്രശ്നമല്ല. കാവി പെയിന്റ് ആശുപത്രികൾക്ക് അടിച്ചിട്ട് ഈ ആശുപത്രികളെ, നമ്മളിപ്പോൾ ഹെൽത്ത് സെന്റർ എന്ന് വിളിക്കുന്ന ആശുപത്രികളെ മന്ദിർ എന്ന് വിളിക്കും നാളെ മുതൽ. അതിൽ കോൺഗ്രസിന് സന്തോഷമേ ഉള്ളൂ. ഇതാണോ? കേരളത്തിന്റെ ഇങ്ങനെ പെയിന്റ് അടിക്കാൻ പറയുമ്പം നട്ടെല്ല് നിവർത്തി തന്റെ ഇടത്തോടെ പ്രധാനമന്ത്രി എടുക്കുമ്പോ പറയണം, പറ്റില്ലെന്ന് പറയണം. എന്താ പറയാതെ? ആ കാര്യം മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ വി.ഡി. സതീശൻ പറയണം. നട്ടെല്ലുയർത്തി മുഖ്യമന്ത്രി അത് പറയണം, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയണം. തീർച്ചയായിട്ടും പറയും. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയാണ്, ഗവൺമെന്റിന്റെ ഒപ്പം തന്നെയാണ് എല്ലാ പ്രതിപക്ഷവും. അത് നാളെ UDF വന്നാൽ LDF അത് ചെയ്യണം. പക്ഷേ ഇവിടെ കാനൻ രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം മരിച്ചു ഇന്നലെ ഞാൻ പറയാണ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കോൺക്ലേവിൽ അദ്ദേഹം പറഞ്ഞത്, പ്രതിപക്ഷം ചില നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ഭരണപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ അംഗീകരിച്ചോളണമെന്നില്ല, കാരണം അതാണ് ഭരണ പ്രതിപക്ഷത്തിന്റെ ഒരു വ്യത്യാസം എന്ന് അദ്ദേഹം മലയാള മനോരമയുടെ കോൺക്ലേവിൽ പറഞ്ഞൊരു വാചകം എനിക്ക്. അല്ല, തിരിച്ച് പ്രതിപക്ഷവും അതേ നിലപാടിലാണോ? അതായത് നല്ല കാര്യങ്ങൾ പറയുന്ന സംസ്ഥാന സർക്കാരിനോട് പ്രതിപക്ഷം ആയതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു നിലപാട് ഇവിടെയും ഉണ്ടോ? ഞാൻ കാനൻ രാജേന്ദ്രൻ ഇടതുപക്ഷ നേതാവിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് കാനൻ രാജേന്ദ്രനോട് വലിയ ഇഷ്ടമുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ മനോഭാവത്തോടെ തന്നെയാണ്, പ്രതിപക്ഷ മനോഭാവത്തോടെയാണ് നമ്മളെല്ലാവരും, നമ്മൾ 4 പേരും ഇന്നിവിടെ ഇരിക്കുന്നത്. ഈ പ്രതിപക്ഷ മനോഭാവം തന്നെയാണ് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ചില ഉത്തരം പറയണം, ഗവൺമെന്റ് ചില നടപടിക്രമങ്ങളുടെ വിശദീകരണം നൽകണം, ഗവൺമെന്റ് ധനസ്ഥിതിയെക്കുറിച്ച് വ്യക്തമാക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, ഇന്നും മന്ത്രി രാജീവ് ഇന്നും ഗവർണർക്കെതിരെ പറഞ്ഞിരിക്കുക. അപ്പൊ കേരളത്തിന്റെ കാര്യം കേന്ദ്രത്തെ അറിയിക്കേണ്ട പ്രതിപുരുഷനോട് വഴക്കിട്ടുണ്ടോ നടന്നാൽ വല്ലതും നടക്കുമോ? പ്രതിപുരുഷൻ എന്ന് പറഞ്ഞാൽ അംബാസഡർ അല്ലേ? കേരളത്തിന്റെ കാര്യങ്ങൾ അവിടെ അറിയിക്കേണ്ട ആളല്ലേ? ഇതൊക്കെ ഗവർണർ പറയുന്നതാണ്. ഭരണഘടനാപരമായ എന്തെങ്കിലുമൊക്കെ പ്രതിപക്ഷം ചെയ്യേണ്ട റോൾ ഇവിടെ ചെയ്യുന്നത് ഗവർണറാണ്, പ്രതിപക്ഷ നേതാവിനേക്കാൾ എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ പി ചിത്തരഞ്ജൻ, ഇതാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ എത്ര അന്വേഷിച്ചിട്ടും കിടഞ്ഞു നോക്കിയിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിപ്പില്ലാതെ വരുമ്പോൾ എങ്ങനെ കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ്. തിങ്കളാഴ്ചത്തെ യോഗത്തിൽ മുസ്ലിം ലീഗിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുമോ നിങ്ങൾ പതിവ് പോലെ? ഇവിടെ മുസ്ലിം ലീഗ് എന്നോ കോൺഗ്രസ് എന്നുള്ളതല്ല. ഈ വിഷയത്തിൽ അവർ വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നെങ്കിൽ അതിൻ്റെ നഷ്ടം രാഷ്ട്രീയമായി UDF തന്നെ ആയിരിക്കും. കാരണം കേരളം വിദ്യാസമ്പന്നരുടെ നാടാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ശരിയും തെറ്റും നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് ആവർത്തിച്ച് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് പോയല്ലോ. ഒരു കോൺഗ്രസിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് രാവിലെ ഉച്ചക്കും വൈകുന്നേരം 3 പത്രസമ്മേളനം നടത്തുന്ന ആളാണല്ലോ. മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ബാലിശം അത് തുറന്നു കാണിക്കാൻ ഒരു വരി പറഞ്ഞു. അപ്പോഴും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ BJP അവരുടെ അടിത്തറ ഉറപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിച്ച് നീങ്ങുമ്പോൾ ഇപ്പോഴും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്താ? അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അത് കണ്ടില്ലെന്ന് നടിച്ചാൽ എന്ത് ഗുണമാണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തത്, ഇവിടെ MP-മാരുടെ യോഗം ഏത് സമയമാണ് വിളിക്കാതിരുന്നത്? ഇപ്പം ചില യോഗങ്ങളൊക്കെ ഓൺലൈനിലാണ് കൂടാറുള്ളത്. കാരണം ജനപ്രതിനിധികളെല്ലാം യാത്ര ചെയ്ത് എല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് വരണ്ട എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നേരിട്ട് കൂടും, അല്ലെങ്കിൽ ഓൺലൈനായി കൂടും. എല്ലാ പ്രധാനപ്പെട്ട പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് MP-മാരുടെ യോഗം കൂടില്ലേ? കേരളത്തിലെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ പറയില്ലേ? ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണമെന്ന് പറയില്ലേ? ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസവും പിരിയുന്നതിന് തൊട്ട് മുമ്പ് ആ സമ്മേളനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട MP-മാരുടെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമായി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള നെല്ലിൻ്റെ പൈസ വാങ്ങിത്തരുന്നതിന് നിങ്ങൾ ശക്തമായി ഇടപെടണം.
ഇവിടെ വലിയ വിവാദം ഉണ്ടായല്ലോ. ഡൽഹിയുടെ പൈസ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാൻ താമസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരവും ബഹളവും ഒക്കെ പിന്നീട് ഉണ്ടായല്ലോ. പക്ഷേ മുഖ്യമന്ത്രി എത്രയോ നേരത്തെ പറഞ്ഞു നമുക്ക് അർഹതപ്പെട്ടത് അത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ സമ്മർദ്ദം ചെലുത്തിയോ? ഇവിടെ ഒരു യോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് പാർലമെൻറ്റ് അംഗങ്ങൾ ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നു. ആ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് കൊടുക്കണം. സാധാരണ ചെയ്യാറുള്ളത് UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ആ ചുമതല മുഖ്യമന്ത്രി ഏൽപ്പിക്കാറുള്ളത്. കൊടിക്കുന്നിൽ സുരേഷാണ് അന്ന് ഈ കോർഡിനേഷൻ പ്രവർത്തനം നടത്തി കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ എംപിമാരുടെ ഒപ്പായാലും വലതുപക്ഷത്തിൻ്റെ ഒപ്പായാലും ഒക്കെ വാങ്ങിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുന്നത്. ഗവൺമെൻറ്റുകൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഓരോ മുന്നണിയുടെ നേതാക്കന്മാരെ ഏൽപ്പിക്കും. ഇവിടെ രാജ്യസഭയിലെ CPMൻ്റെ ലീഡറായിട്ടുള്ള മുൻ വ്യവസായ മന്ത്രിയായിട്ടുള്ള എളമരം കരീം MP അദ്ദേഹത്തെയാണ് ഈ ഒപ്പ് ശേഖരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിട്ടു. ഇവരടുത്ത് നേരത്തെയുള്ള തീരുമാനം അനുസരിച്ചാണ്. അപ്പോൾ എന്താ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ലീഡറായിട്ടുള്ള ഈ MP-മാരുടെ കൺവീനറായിട്ടുള്ള ശ്രീ ബെന്നി ബെഹനാൻ പറഞ്ഞത്? ഞങ്ങളോട് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ഒപ്പിടേണ്ടെന്നാണ്. കേരളത്തിന് കിട്ടാനുള്ളത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യം അതിനുവേണ്ടി ഒപ്പ് ശേഖരണം നടത്താൻ ഒരു ഒപ്പ് പോലും ഇടാൻ തയ്യാറാകാതിരുന്നവർ പിന്നെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിപ്പ വന്നു നമ്മുടെ കേരളത്തിൽ, ഓഖി വന്നു, പ്രളയം വന്നു, കോവിഡ് വന്നു. ഈ കേരളത്തിൽ നിന്ന് പോയ MP-മാർ എത്ര ശക്തിയുക്തമാണ് ഈ കേരളത്തിന് വേണ്ടി വാദിച്ചത്? കേരളത്തിലെ ജനങ്ങൾ കണ്ടില്ലേ അവരെന്ത് വാദമാണ് നടത്തിയത്? വാദം നടത്തിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റ് നേരിട്ട വലിയ പ്രതിസന്ധിയെ മുറിച്ചു കിടക്കാൻ സാലറി ചലഞ്ച് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായി ആ ഉത്തരവ് കത്തിച്ച അധ്യാപക നേതാക്കന്മാർ, ഭാര്യയും ഭർത്താവും കത്തിക്കുന്നതിൻ്റെ ചിത്രം ഇന്ന് കാണുമല്ലോ ഇവിടെയും. എന്ന് മാത്രമല്ല, അതിനുശേഷം കോടതിയിലടക്കം പോകുന്നതിന് നിലപാട് സ്വീകരിച്ച അതിന് കൂട്ടുനിന്ന നിലപാടല്ലേ കേരളത്തിൽ നിന്ന് ഈ MP-മാരും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷവും സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ അധിക കാലമായോ? ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു, കേരളം വലിയ തോതിൽ ചെലവ് ചുരുക്കുന്നില്ല. കേരളം ചെലവ് ചുരുക്കാത്തതാണ് പ്രശ്നം. കേരളം പരമാവധി ചെലവ് ചുരുക്കിയല്ലേ. എന്തുമാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ വർഷക്കാലത്തെ റവന്യൂ വരുമാനത്തിൽ റെക്കോർഡ് വർധനമുണ്ടായൊരു കാലമാണ് 2021, 22, 22, 23. പക്ഷേ നമുക്കിടെ വരുമാനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമുക്ക് അർഹതപ്പെട്ട കിട്ടേണ്ട കേന്ദ്രത്തിൻ്റെ വിവിധ പദ്ധതികളിൽ നിന്ന് കിട്ടേണ്ട വിഹിതവും നമുക്ക് കടമെടുക്കുവാനുള്ള നമ്മുടെ പരിധിയും അത് പഴയതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഈ കേരളത്തിന് പുതുതായി ഒന്നും തരണ്ട. കേരളത്തിന് ഒരു ബാധ്യതയുമില്ല. കേരളം നേരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയും. അത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല. ഇവിടെ അഭിമാനത്തോട് മലയാളിയായ നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോൾ GDP-യുടെ വളർച്ച എടുത്തു നോക്കൂ. കേരളം എന്തോ തകർന്നു, പിന്നെ പൊട്ടിപ്പോയി, എല്ലാം നശിച്ചു എന്നൊക്കെ ചിലർ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ കേരളം ഒന്നും പൊട്ടിയിട്ടില്ല. സാമ്പത്തികമായ ഞെരുക്കമുണ്ടെങ്കിലും നമ്മുടെ GDP എന്ന് വെച്ചാൽ നമ്മുടെ GSDP, നമ്മുടെ വളർച്ചയുടെ തോതെടുക്കൂ. കേന്ദ്രത്തിൻ്റെ നിരക്ക് എത്രയാണ്? കേന്ദ്രത്തിൻ്റെ നിരക്ക് 4% കേരളം 6.71% കേരളത്തിൻ്റെ GSDP വളർച്ച. ചെറിയ കാര്യമാണോ? നമ്മുടെ GSDP എവിടെയാണ് നിന്നത്? 1987 2.9%. ആ 2.9% നിന്നും കേരളത്തിന് ഈ 2018 എത്തുമ്പോൾ നമ്മൾ 6.71% വളർച്ചയിലേക്ക് എത്തി. അത് കേരളത്തിൻ്റെ നേട്ടമല്ലേ? കേരളത്തിൻ്റെ വ്യാവസായിക മേഖല എടുത്താൽ, കേരളത്തിൻ്റെ കാർഷിക മേഖല എടുത്താൽ, ഈ മേഖലയിലെല്ലാം വന്നിട്ടുള്ള കേരളത്തിൻ്റെ വളർച്ച ചെറുതാണോ? നമ്മൾ മുരടിക്കുകയാണോ? നമ്മുടെ പശ്ചാത്തല സൗകര്യം നമ്മൾ വികസിപ്പിക്കുകയല്ലേ? നമ്മുടെ ക്ഷേമ പദ്ധതികളടക്കമുള്ള ഒട്ടനവധി വരുന്ന ആശ്വാസ പദ്ധതികൾ അതിനെ സ്തംഭിപ്പിക്കുന്ന നിലയിലേക്കുള്ള കേന്ദ്രത്തിൻ്റെ ഇടപെടൽ മാത്രം മാറിയാൽ മതി. കേന്ദ്രം കൂടുതലായി ഒന്നും തരണ്ട. ഈ കേരളത്തിന് മുന്നോട്ട് പോകാൻ ഒരു പ്രയാസമില്ലേ? ഇവിടെ ശ്രീമാർ സാറ് ഗഡ്കരിയെ ഇതിനിടയ്ക്കൊന്ന് പരാമർശിച്ചു. ഞാൻ അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. അദ്ദേഹം എന്താ പറഞ്ഞത്? നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലമെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ വേഗതയിൽ നടന്നില്ല. അതിൻ്റെ ഭൂമി എടുക്കുവാനുള്ള ആ റവന്യൂവിൻ്റെ ആഫീസ് വരെ അടച്ച് പിരിഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മുടെ കെ സുരേന്ദ്രൻ BJP-യുടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിക്ക് ഞാനൊരു സ്വർണ്ണമോതിരം ഇട്ട് കൊടുക്കാമെന്ന്. ഏതാ 2 കാര്യം നടപ്പിലാക്കുമെങ്കിൽ, ഒന്ന് NH, മറ്റൊന്ന് ഗെയിൽ പൈപ്പ് ലൈൻ. രണ്ടും കേരളത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുപോട്ടെ, അവർ മോതിരമൊന്നും തരണ്ട, ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അത് അവരുടെ സമ്മതവും വേണ്ട. പക്ഷേ ഗഡ്കരി ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ആർജവം, ഈ ഭൂമി എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് കാട്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യം. കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താ? നിങ്ങൾ ഈ പദ്ധതി കാലതാമസം വരുത്തിയപ്പോൾ ഭൂമിയുടെ വിലയെല്ലാം വർദ്ധിച്ചു, അതുകൊണ്ട് ചെലവ് വർദ്ധിച്ചു, അതുകൊണ്ട് ഇതിൻ്റെ 25% തുക നിങ്ങൾ നൽകണം. ഈ കേരളം 5860 കോടി രൂപ ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, റേഷൻ കടയിൽ അരിയില്ലെന്നും അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി കൊടുത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് കണ്ണീരൊഴുക്കുമ്പോൾ അതെല്ലാം കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ UDF-ൻ്റെ കാലഘട്ടത്തിൽ അവരുടെ താല്പര്യക്കുറവിൻ്റെ ഫലമായി കിടന്നുപോയതിന് ഈ കേരളം കൊടുക്കേണ്ടി വന്ന നഷ്ടപരിഹാരമായിരുന്നു BJP-യുടെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ആ ഡിമാൻഡ്. ആ ഡിമാൻഡ് ഈ ഗവൺമെൻറ് അംഗീകരിച്ചു. എന്തിനു വേണ്ടി? കേരളത്തിൻ്റെ ദേശീയപാത 66 വരണം. കേരളത്തിൻ്റെ NH 66 വരുന്നതിന് വേണ്ടി ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഭിമാനത്തോട് പറയാൻ കഴിയും, BJP-ക്കാർ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞെഴുതി തള്ളിയ ഈ കേരളത്തിൽ അത് നടത്തിയാൽ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞല്ലോ. രണ്ടും ആർജവത്തോട് നടത്തുവാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആർജവത്തോടു കൂടി പല പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന് നല്ല ഒരു അദ്ദേഹവും ഞങ്ങളുമായിട്ട് ഒത്തുകളിയാണോ ഉണ്ടാകുമോ? A. സജീവൻ, അവസാനം കുറച്ചു സമയം മാത്രമേ ഉള്ളൂ, എന്നാലും ദയവായി ഇതിപ്പോൾ തിങ്കളാഴ്ച VD സതീശന് എന്ത് നിലപാടെടുത്താലും PK കുഞ്ഞാലിക്കുട്ടി മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിനോടുള്ള പ്രതികരണത്തിൽ എങ്ങനെയായിരിക്കണം നിലപാട് എന്നുള്ളത് ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ അംഗീകരിച്ച ഒരാളാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരിക്കുമല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നൊരു ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു സമ്മർദ്ദത്തിലാണോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് കുഞ്ഞാലിക്കുട്ടി എടുക്കുന്ന അല്ലെങ്കിൽ ലീഗ് എടുക്കുന്ന നിലപാടിലേക്ക് എളുപ്പത്തിൽ വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കോൺഗ്രസ് ഭയക്കുന്നത് സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചു അല്ലെങ്കിൽ കേന്ദ്രത്തിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ, പിണറായി സർക്കാരിനെ അനുകൂലിക്കലാണ് എന്ന് വന്നു പോകുമോ, അത് ഞങ്ങളുടെ വോട്ട് കുറയ്ക്കുമോ എന്നുള്ള പേടിയുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം BJP-യെ പ്രകീർത്തിക്കുന്ന, BJP-ക്ക് അനുകൂലമായിട്ട് മാറാവുന്ന ഒരു കാര്യത്തിന് അവർ നിൽക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും നിലപാടുകളിൽ കൃത്യമായ ഒരേപോലെ ആയിരിക്കും, ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരേ ശബ്ദത്തിൽ ഇവർ ഈ ചർച്ചയിൽ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം BJP-യെ എതിർക്കേണ്ടത് ശക്തമായി എതിർത്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത്, പ്രത്യേകിച്ച് ഇവിടെ ന്യൂനപക്ഷത്തിനുണ്ടാകാവുന്ന ഭവിഷ്യത്ത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ ഇവിടെ പലപ്പോഴും പ്രതിപക്ഷം അങ്ങനെ ചെയ്യുന്നുണ്ടോ? അപ്പം ശ്രീകുമാർ നല്ലൊരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പം ആശുപത്രിയുടെ നിറം മാറ്റാൻ പറയുമ്പോഴും പേര് മാറ്റാൻ പറയുമ്പോഴൊക്കെ എന്തുകൊണ്ട് പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന്. ശ്രീകുമാർ ശ്രദ്ധിക്കേണ്ട, ഇത് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞോ? പ്രതിപക്ഷ നേതാക്കൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് പൈസ കൊടുക്കാത്തത്. ഇത് പറ്റില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞത് കൊണ്ടാണ് പൈസ കൊടുക്കാത്തത്. അല്ല പറ്റില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു വീണ ജോർജ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അതിന് ഞങ്ങൾക്ക് മനസ്സില്ല. സത്യത്തിൽ എനിക്ക് വീണ ജോർജിനോട് വളരെയധികം ബഹുമാനം തോന്നി. കാരണം പരസ്യമായി പറഞ്ഞു, ഇതേപോലെ പറയാൻ ഇവിടെ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും നേതാക്കന്മാർക്കോ പറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. ഇത് പറയണം, പ്രതിപക്ഷവും പറയണം. ഇതാ നിങ്ങളിങ്ങനെ പറയുന്ന പോലെ ഓരോ വീടിന് PMAY എന്നവർ പറയുന്ന ഇതാണെങ്കിൽ അങ്ങനെ അതിന് മുകളിൽ പ്രധാനമന്ത്രിയുടെ പടവും ഈ ലോഗോയൊക്കെ പതിപ്പിക്കുന്ന പരിപാടി ഇവിടെ നടപ്പില്ല, ഇവിടെ ആശുപത്രികളുടെ നിറം മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ പറയണം. അതിന് ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞേക്കും, അത്ര ശക്തിയിൽ സതീശൻ പറയുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ശരി, ശ്രീകുമാർ, 1 മിനിറ്റാണ് താങ്കൾക്ക് തരാനുണ്ടാകുക. അപ്പോൾ ഈ കാര്യത്തിൽ സതീശൻ അത്ര ശക്തിയോടുകൂടി പറയുമോ എന്ന് ശ്രീ സജീവന് സംശയമുണ്ട്. അല്ല, ഗവൺമെന്റ് കാര്യം ഗവൺമെന്റാണ് പറയേണ്ടത്. രാജ്ഭവന് മുമ്പിൽ കേന്ദ്രവിരുദ്ധ സമരം നടത്തി കേരളത്തിലെ മന്ത്രിമാരും എല്ലാവരും കൂടെ. പങ്കെടുക്കാത്ത ഒരാളേ ഉള്ളൂ, നമ്മുടെ മുഖ്യമന്ത്രി. അതിനും കൂടുതൽ ഞാൻ പറയണോ? കേരളത്തിന്റെ കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ 18 MP-മാരുള്ളത്. ആ MP-മാർ പറയുന്നുണ്ട്. പിന്നെ പെയിന്റ് അടിക്കേണ്ട കാര്യം പ്രതിപക്ഷ നേതാവല്ല പറയാം, അത് ഗവൺമെന്റാ പറയാ. പ്രതിപക്ഷ നേതാവ് അടിക്കേണ്ട അതിനെന്താ കാര്യം? അത് പ്രതിപക്ഷമല്ലേ.
ക്യാബിനറ്റ് റാങ്ക് ഉണ്ടെന്ന് അല്ല, അവിടെയാണ് കേരളത്തിന്റെ ഒരു പൊതു അപ്പൊ കാര്യമാണ് ഇതൊക്കെ ചെയ്താലേ പൈസ കൊടുക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ സഹകരണം സർക്കാർ തേടുന്നത്. അവിടെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമോ പ്രതിപക്ഷം? ഒന്നാമത്തെ കാര്യം, ഇത് കുഞ്ഞാലിക്കുട്ടിയും സതീശനും രണ്ടായി പറയുന്നൊക്കെ ശ്രീ സജീവൻ പറയുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഇത് UDF-ന്റെ അഭിപ്രായമാണ് രണ്ടുപേരുടെ ഇല്ല, പറയുന്നത്. അദ്ദേഹം അവർ രണ്ടായി പറഞ്ഞു. UDF-ന്റെ ഇതിനു മുൻപും പറഞ്ഞതാണ്, ഗവർണർ വിഷയത്തിൽ ഒരുമിക്കണമെന്ന് ലീഗ് പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്തതിൽ തെറ്റില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. VD സതീശനാണ് ഉടനെ തന്നെ പ്രതികരിച്ചത് പറ്റില്ല എന്ന്. അല്ലാതെ ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ കാര്യമല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. ഗവൺമെന്റിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം സഹകരിക്കും. എങ്ങനെ? പ്രതിപക്ഷത്തിനോട് ബോധ്യപ്പെടുത്തണം ഈ കാശൊക്കെ എങ്ങനെയാണ് ചെലവാക്കുന്നത്, കടം എങ്ങനെ വന്നു, അതൊക്കെ അറിയണം പ്രതിപക്ഷത്തിന്. പക്ഷേ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ പ്രതിപക്ഷം വളരെ സൗഹാർദ്ദപരമായിട്ട് പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം വാങ്ങിയിട്ട് ജനങ്ങളെ അറിയിക്കും. അതാണ് എൻ്റെ കാര്യം. ശ്രീ PP ചിത്തരഞ്ജൻ വളരെ സൗഹാർദ്ദമായി പങ്കെടുക്കും, ചോദ്യങ്ങളുണ്ടാകും, അതൊക്കെ ജനങ്ങളെ അടുത്ത് പോയി പറയുകയും ചെയ്യും. അറിയാലോ എന്താണ് സംഭവിക്കുക. സൗഹാർദ്ദപരമായി തന്നെ കാര്യങ്ങൾ പോകണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ചോദ്യം ചോദിക്കാനുള്ള എല്ലാ അവകാശങ്ങളും പ്രതിപക്ഷത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നമ്മൾ എന്താ മണിയടിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നമ്മൾ നടന്ന് കേരളത്തിലെ താല്പര്യം സംരക്ഷിക്കണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഞാൻ RSS ആണ്, ഞാൻ സംഘപരിവാറാണെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ഇവിടെ BJPയും സംഘപരിവാറിനും വേണ്ടി എല്ലാ തരത്തിലുള്ള വിടുപടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഈ ഗവർണറുടെ കസേരയിലിരിക്കാൻ എന്തെങ്കിലും ഒരു യോഗ്യതയുള്ളതാണോ? അദ്ദേഹം തെരുവിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അദ്ദേഹത്തെ നമ്മൾ കൂടെ നിർത്തിക്കൊള്ളണമെന്നാണ് പറയുന്നത്. പരമാവധി നിർത്താൻ നോക്കി ഗവൺമെന്റ്. ഈ ഗവർണറുമായി ആ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റും പിണറായി വിജയനും തയ്യാറാകില്ല. പിണറായി വിജയനെ ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടി ഇന്നിപ്പോൾ അദ്ദേഹം എന്തെല്ലാം ശ്രമിച്ചാലും ശരി, ഈ ഗവർണർ എത്ര തലകുത്തി നിന്നാലും ഇവിടെ അതിനോടൊപ്പമാണ് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം പോക്കെന്നുള്ളതല്ലാതെ വേറെ കാര്യമില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഇപ്പോൾ വേണ്ടത് ഈ കേരളം 1.5 കോടി മനുഷ്യൻ ഒന്നിച്ച് നിന്ന് നമ്മുടെ അർഹതപ്പെട്ട് നേടിയെടുക്കണം. സഖാവ് AK ഗോപാലൻ കേരളത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് സ്റ്റാറ്റ്യൂട്ട് റേഷന് വേണ്ടി നടത്തിയിട്ടുള്ള ആ ഉജ്ജ്വലമായിട്ടുള്ള സമരമടക്കം നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ നടത്തിയ വലിയ ചെറുത്തുനിൽപ്പ്, വലിയ മുന്നേറ്റം ഇന്നും ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തുന്നതാണ്. നാളെ ചരിത്രം ഈ കേരളത്തിൽ നിന്ന് പോയ UDF-ന്റെ MP-മാരെ കേരള വിരുദ്ധർ എന്ന് പതിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ, മുദ്ര കുത്താതിരിക്കാൻ കഴിയണമെങ്കിൽ, വൈകിയാണെങ്കിൽ പോലും കേരളത്തിന് വേണ്ടി കൈകോർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക്. എന്തായാലും കേന്ദ്രം പണം തരാതിരുന്നിട്ടും ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ് കേരളം. അത് വീട് പാവപ്പെട്ടവർക്ക് പണിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, ക്ഷേമ പെൻഷൻ എത്രയും നേരത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന കാര്യത്തിലാണെങ്കിലും, ശമ്പളം KSRTC പോലുള്ള സ്ഥാപനങ്ങൾക്ക് മുടങ്ങാതെ കൊടുക്കാൻ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതല്ല ആശുപത്രികളുടെ നടത്തിപ്പാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് മുമ്പിലെത്താൻ പറ്റുക എന്ന് കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം പ്രതിസന്ധി അലട്ടുമ്പോൾ പ്രതിപക്ഷത്തെ കൂടി വിളിച്ചു നിർത്തി ആ കാര്യം ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും ഉപാധ്യക്ഷനും എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. തിങ്കളാഴ്ച അതിനുള്ള ഉത്തരം കിട്ടും. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ശ്രീ PP ചിത്തരഞ്ജൻ, ശ്രീ N ശ്രീകുമാർ, ശ്രീ A സജീവൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.